നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ തിരുമേനി, ഇതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ദേവിയല്ല, തൊണ്ടി മുതല. കോടതിയിൽ ഹാജരാക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഹാപാപി, എന്തിനാ നീ ഞങ്ങളോട് ഈ ചതി കാണിച്ചത്? അജിഘോഷു പെട്ടെന്ന് വന്നല്ലോ. പിന്നെ വക്കീൽ പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? അല്ലാതെ എനിക്ക് വലിയ താല്പര്യം ഇടൊന്നുമല്ല. താല്പര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അജിഘോഷേ. തമ്മ ജാമ്യം എടുക്കാൻ കോടതിയിലേക്ക് വന്നാ മതിയായിരുന്നല്ലോ വക്കീലെ. FIR എഴുതിയിരുന്നോ? എഴുതി. എന്നാ പിന്നെ അതങ്ങ് കീറിക്കളഞ്ഞ പോരെ? അതെ, അതാണല്ലോ അതിന്റെ മര്യാദ. എന്നിട്ട് ആ വിഗ്രഹം തിരിച്ചതാ സാറേ. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഞാൻ ദേവി അങ്ങ് എത്തിക്കട്ടെ. കണ്ടോ, തിരുമേനിക്ക് കേസില്ല, പിന്നെ ആർക്കാ പ്രശ്നം? ആർക്കും ഒരു പ്രശ്നമില്ല. ദേവിയെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇനി കേസിനും പൊല്ലാപ്പിനൊന്നും ഞങ്ങളില്ല. കോടതിയും പോലീസ് സ്റ്റേഷനും കയറിയിറങ്ങാൻ ആരെക്കൊണ്ട് പറ്റും? അല്ല തിരുമേനി, നാട്ടുകാരോട് നമ്മൾ എന്ത് പറയും? വിഗ്രഹം കാണാതെ പോയത് അവരെല്ലാം അറിഞ്ഞില്ലേ? അവരോട് ഞാൻ പറഞ്ഞോളാം. താനൊന്നും മിണ്ടാതിരിക്കടോ. ഞാൻ മേൽശാന്തിയും താൻ കഴകക്കാരനുമാ, അത് മറക്കണ്ട. അപ്പോ ഞാൻ ദേവിയെ കൊണ്ട് പൊയ്ക്കോട്ടെ സാറേ? വെറുതെ കൊണ്ടുപോണ്ട, ഞങ്ങളൊരു നഷ്ടപരിഹാരം തരാം. അയ്യോ, കൈക്കൂലിയൊന്നും ഞാൻ വാങ്ങില്ല. അയ്യോ തിരുമേനി, ഇത് കൈക്കൂലിയല്ല. ക്ഷേത്ര ശുദ്ധികലശത്തിനും പിന്നെ പരിഹാര പൂജകൾക്കുള്ളൊരു തുകയായിട്ട് കണ്ടാൽ മതി. വേണ്ടാന്ന് തിരുമേനി പറയരുത്. ആര് പറഞ്ഞു? തന്നോടുവാ, എത്ര വേണമെങ്കിലും തന്നോടുവാ. ദേവിക്ക് സന്തോഷാവട്ടെ. കണ്ടില്ലേ സർ, പൂജാരിക്കും ദേവിക്കും പൂർണ്ണ സമ്മത. പിന്നെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ? ഇറങ്ങി വേണോ? ഇപ്പൊ പരാതിയില്ലാന്ന് എഴുതി തന്നിട്ട് നാളെ തിരുമേനി തിരിച്ചു പറയരുത്. ഏയ്, ബ്രഹ്മ അറിഞ്ഞ ബ്രാഹ്മണനാ ഞാൻ. കളവ് പറയില്ല, വാക്ക് മാറ്റി പറയില്ല. സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഇതിന്റെ പേരിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭക്തന്മാരൊക്കെ പരമസാധുക്കളാ. ഞാൻ പറഞ്ഞാൽ അവർക്ക് വേദവാക്യമാണ്. അല്ലേ വാര്യരെ? ഉവ്. നിങ്ങൾ പുറത്തു നിൽക്ക്, ഞാൻ വന്നോളാം. അല്ല, അപ്പോ ദേവിയുടെ കാര്യം ഒന്ന് ഇറക്കി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഏട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയൊരു ചോദ്യം പറച്ചില് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല.
ഏട്ടന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ല. നമ്മളതങ്ങ് മറക്കുന്നു. അല്ല, വീട്ടിൽ ചെല്ലുമ്പോ ആരും ഒന്നും ചോദിക്കരുതല്ലേ. തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. എന്റെ വീട്ടിലിരുന്ന് എല്ലാത്തിനും ഒരു തീരുമാനം എടുത്തിട്ട് പോവാം. അമ്മേ ദേവി മഹാമായേ. അപ്പോ എല്ലാത്തിനും എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ, പ്രത്യേകിച്ചും വക്കീലിനോട്. അമ്മയെ കോടതി കയറ്റാതെ രക്ഷിച്ചല്ലോ. ഭാര്യരെ വേഗം വാ, ഉച്ചപൂജയ്ക്ക് നേരാവുന്നു. ഭക്തിമൂത്ത് വട്ടായ ഇങ്ങനൊരു തിരുമേനിയുള്ളതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഭാഗ്യം എന്നും കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ വാ. വേണ്ട, വാ. കേറട്ടെ. ഇരിക്ക്. മോഷണം ഒരു കലയാ. പക്ഷേ അത് പരിചയമുള്ളവർ ചെയ്യുമ്പോൾ മാത്രം. റോബിൻഹുഡ് മുതൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി വരെ അത്ര നല്ല കലാകാരന്മാരായിരുന്നു. പക്ഷേ ആ കല ചന്ദ്രദാസിന് വശമില്ല. എന്നിട്ടും ചന്ദ്രദാസ് എന്തിനാ ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്? എന്തായിരുന്നു പണത്തിന് ഇത്ര വലിയ ആവശ്യം? മനസ്സിൽ എന്താണെങ്കിലും തുറന്നു പറയാം. പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. വക്കീലിനോടും വൈദ്യനോടും കള്ളം പറയാൻ പാടില്ലെന്നാണ് പ്രമാണം. അതേട്ടാ, ഏട്ടൻ പറ. വക്കീൽ വിചാരിച്ച പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് പറ, എന്താ സംഭവിച്ചത്? ചന്ദ്രദാസിന്റെ മനസ്സിൽ തിര അടക്കി വെച്ചൊരു കടലുണ്ടെന്ന് എനിക്കറിയാം. തുറന്നു വിട്ടില്ലെങ്കിൽ ചങ്കുപൊട്ടി ചത്തുപോവും. പറ ചന്ദ്രദാസേ, എല്ലാം തുറന്നു പറ. ഏട്ടാ, ഏട്ടാ, എന്താ? പറയാം, ഞാനെല്ലാം പറയാം. തകർന്ന് തരിപ്പണായിരിക്കാം ഞാൻ. മോഷണമല്ല, ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കേണ്ട അവസ്ഥയില ഞാൻ. പെട്ടുപോയി, ഞാൻ പെട്ടുപോയി. ഞങ്ങൾ പിടിച്ചെടുത്ത ഫോണാ. ആ പയ്യന്റെ ഗിഫ്റ്റാണെന്നാ പറഞ്ഞേ. ഞാൻ പോകുന്നു. എന്നെ ഇനി നിങ്ങൾ അന്വേഷിക്കരുത്. നോക്ക്, പക്ഷെ ഞാനിതിൽ നിന്ന് പിന്മാറണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടണം. അത് ശരി, കാര്യങ്ങളപ്പോ അത്രയ്ക്ക് വഷളായിരുന്നു. എന്നിട്ട് എന്താ ഏട്ടൻ എന്നോട് പോലും പറയാതിരുന്നത്? ഞാൻ എങ്ങനെ പറയൂടാ, എന്റെ മോള് പിഴച്ചു പോയിന്ന്. ഞാനൊരു അച്ഛനല്ലേടാ. ഇനിയിപ്പോ കരഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ഇപ്പോഴെങ്കിലും ഇങ്ങനെ അവസാനിച്ചത് നന്നായി.